ഒരു പൂച്ചയല്ലേ മരിച്ചത്, ഒരു പട്ടിയല്ലേ മരിച്ചത്, അതിനിപ്പോ എന്താ, ചെറിയ മൃഗമല്ലേ. ഇതുപോലെയൊക്കെ പറയുന്ന ആളുകളെ നിങ്ങൾക്കറിയോ? അല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല. വീട്ടിൽ സ്വന്തമായിട്ട് പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും മൃഗങ്ങൾ പെറ്റ്സ് ആയെങ്കിലും ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇത് റിലേറ്റബിൾ ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ ഈ പെറ്റ്സിനെ വളർത്താത്ത ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ര മനസ്സിലാക്കില്ല. അതായത് നമ്മൾ പെറ്റ്സിനെ വളർത്തി നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അവരെ എത്രമാത്രം ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം മനസ്സിലുള്ളൂ. വീട്ടിൽ മനുഷ്യനായിട്ടുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെയാണോ കരുതുന്നത് അതേപോലെ തന്നെ അറ്റാച്ച്മെന്റ് നമുക്ക് അവരോട് ഫീൽ ചെയ്യാം. എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരുപാട് പേരെ വളർത്തും. എന്റെ വീട്ടിൽ ഒന്ന് കൂടുതൽ പെറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവരൊക്കെ വളർത്തുമ്പോഴത്തേക്കും അവർ സ്വാഭാവികമായിട്ടും ഒന്നില്ലെങ്കിൽ മിസ്സിംഗ് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു മരിച്ചിട്ട് പോകുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. ഒരാൾക്ക് പകരം വേറൊരാളും ഒന്നും ആവില്ല. ഒരുപാട് പൂച്ചകളും ഉണ്ട് എങ്കിൽ പോലും ഒരാൾ പോയാൽ അവരുടെ ലോസ് നമുക്കത് ഭയങ്കര കഷ്ടം തന്നെയാണ്. ഈ ഒരു കാര്യം നമുക്ക് പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാരോട് പറയുമ്പോൾ അവർക്കും പെറ്റ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ അവർ വിഷമം അവർക്ക് മനസ്സിലാക്കാനും നമ്മൾ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ വേറെ ചില ആൾക്കാരുണ്ട്, ഈ പെറ്റ്സ് എന്നുള്ള സാധനത്തിനെ വീട്ടിലടുപ്പിക്കാത്ത ആൾക്കാരെ. അവരെ സംബന്ധിച്ച് നമ്മളിത് പറയുമ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ടാണ് അവരത് കേൾക്കുക തന്നെ. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമമായിട്ടൊക്കെ പറഞ്ഞാലും അവർക്കതൊരു ഇതിൽ വലിയ വിഷമിക്കാനെന്താ, ഒരു പൂച്ചയല്ലേ അല്ലെങ്കിൽ ഒരു പട്ടിയല്ലേ എന്നൊരു നിസ്സാരമായിട്ടുള്ള ഭാവത്തിൽ അവരുടെ മുഖം ഇരിക്കുന്നത്. കാര്യം അവരെ വളർത്താത്തതുകൊണ്ടല്ലെങ്കിൽ അവർക്ക് അവ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്ത് തന്നെ ആയാലും ചേച്ചി ഒരു തള്ളിക്കാണുന്ന രീതിയിൽ കാണിക്കുന്നതോട് എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം ഒന്നില്ലെങ്കിൽ നമ്മളൊരു മരണ വാർത്തയല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ?